ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെttysworld. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഒരു പോർക്ക് ഫ്രൈ ആണ് നമ്മളിന്ന് ചെയ്തേക്കുന്നത്. വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു റിച്ച് ഡിഷാണ് പോർക്ക്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. പോർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പ്രോട്ടീനും മിനറൽസും വിറ്റമിൻ ബി, സിങ്കൊക്കെ നമ്മൾ കോവിഡൊക്കെ വരുന്ന സമയത്ത് സിങ്കൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും സിങ്കൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ പ്രോട്ടീനും സിങ്കും ഈ പറയുന്ന ബെനിഫിറ്റ്സും ഒക്കെ ഉണ്ട്. ഒരുപാടധികം ഈ അരിയസിൻ്റെ ഇതിൻ്റെയൊക്കെ അസുഖങ്ങൾക്കുമൊക്കെ പോർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 kg പോർക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഞാനൊന്ന് നന്നായി പുരട്ടി വെക്കുന്നുണ്ട്. ഇതൊന്ന് പുരട്ടി വെക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകൊക്കെ എടുത്തിട്ട് വരാം. ഇത് ചെറിയ പീസസ് ആയിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മൾ മുറിക്കാതെയാണ് വാങ്ങുന്നതെങ്കിൽ വലിയ പീസായിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിലിട്ട് നന്നായി വേവിക്കണം. ഒരു 8-10 വിസിലായാലും കുഴപ്പമില്ല, നന്നായി ഇത് വേവിക്കണം. അത് നന്നായി അങ്ങനെ വേവിച്ചിട്ട് വരുമ്പോഴേക്കും ഇതിലുള്ള കുറേ ഫാറ്റ് കണ്ടൻറ്റ് പോയിക്കോളും. പിന്നെ ഇതിൻ്റെ ഫാറ്റ് നമ്മുടെ റെഡ് മീറ്റിൻ്റെ ഫാറ്റിൻ്റെ അത്രയും പ്രോബ്ലം ഉള്ളൊരു ഫാറ്റല്ല. ഇപ്പോൾ രാവിലെ വെച്ച പോർക്കാണെങ്കിലും വൈകുന്നേരം ആയാലും ഇത് ആ ഓയിൽ അങ്ങനെ തന്നെ ഇരിക്കും, ആ കട്ട പിടിക്കാറില്ല അല്ലേ, അറിയാലോ. അപ്പോൾ ശരിക്കും നല്ലതാണ് നമുക്ക്. ഇപ്പം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സവാള, ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞിട്ട് വരാം. ഒരു 8-10 വിസിൽ കേട്ടോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഫസ്റ്റ് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ചെറുതായി ആ പച്ചമണം ഒന്ന് മാറട്ടെ. ഞാൻ പച്ചമുളകും അരിഞ്ഞാണ് എടുത്തേക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ഞാനിതിലേക്ക് പോർക്കാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള നമുക്ക് പിന്നീട് ഇടാം. ഇത് നമ്മൾ കുറച്ചുകൂടി ഡ്രൈ ഫ്രൈ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പോർക്ക് നമ്മൾ കുക്കറിൽ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോർക്കിൽ നിന്നുള്ള ഓയിൽ ഇറങ്ങിയിട്ടുണ്ട് കൂടുതൽ. ആ ഓയിൽ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ പോർക്കൊന്ന് ഡ്രൈ ആയി ഓൾറെഡി, കണ്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാതെ വെച്ചത് കൊണ്ട് തന്നെ കുറച്ച് അവിടെ ഇരുന്ന് കുക്കറിൽ തന്നെ ഇരുന്ന് ഡ്രൈ ആയി. 8-10 വിസിൽ എന്ന് പറയുമ്പോഴേക്കും അത് നന്നായി വെന്തിട്ടുമുണ്ട്. ഓക്കെ, വലിയ പീസാണെങ്കിൽ നമ്മളത് വെള്ളം ഒഴിച്ചിട്ട് തന്നെ വെക്കണം, അല്ലെങ്കിൽ താഴെ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഒട്ടും അതിൽ നിന്ന് ഇറങ്ങിയ ആ ഓയിൽ നമ്മളൊട്ടും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, പോർക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആ ഓയിലിൽ കിടന്ന് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയതിന് ശേഷമാണ് ഞാൻ സവാള ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ ആ ഒരു ക്രിസ്പി ഫ്രൈ ആയിപ്പോവും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പോർക്ക് ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ സവാള ആ ഒരു ക്രിസ്പി ആവട്ടെ, ഒന്ന് കുറച്ചുകൂടി കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ എടുത്തിട്ട് വരാം. പിന്നെ നമ്മുടെ വേപ്പില അല്ലേ, വേപ്പില ഇല്ലാത്ത കഷായം ഇല്ല. ഇപ്പം നോക്ക്, സവാളയുടെയൊക്കെ ആ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഒന്ന് ചെറുതായി ഫ്രൈ ആയി വരുന്നുണ്ട്. പോർക്കിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതിങ്ങനെ ഫ്രൈ ആവുന്തോറും അതിൽ നിന്നുള്ള ഓയിൽ ഇറങ്ങി വരും. ആ നെയ്യ്, അതിൻ്റെ പുറമേയുള്ള നെയ്യിൻ്റെ ഓയിൽ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പം അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഞാനതൊന്ന് സൈഡിലേക്ക് വെച്ചിട്ടാണ് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്.
മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ, 1/2 ടീസ്പൂൺ. പിന്നെ കുരുമുളകാണ് ഇതിൻ്റെ ആ ഒരു എരിവിന് കുരുമുളകാണ്, അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഇത് കറുത്ത കളറിൽ മാറും. അപ്പോൾ അതുകൊണ്ടാണ് പൊടികൾ ഈ ഒരു, ഇപ്പോൾ 1/2 പോർക്ക് ഫ്രൈ ആയി കഴിഞ്ഞു. ഏറ്റവും അവസാനമാണ് മസാലപ്പൊടി ഇട്ടേക്കുന്നത്. മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണല്ലോ പോർക്ക് വേവിച്ചേക്കുന്നത്, പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്താലാണ് കേട്ടോ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇനി ഇത് ഫ്രൈ ഏകദേശം ആയപ്പോഴേക്കും ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടി ഒന്ന് വെന്ത് സെറ്റ് ആവണം. അപ്പോഴാണ് ആ ഒരു അത്രയും ക്രിസ്പിനെസ്സും ആവില്ല, എന്നാൽ നല്ല ടേസ്റ്റും ആവും. തക്കാളിയുടെ വെള്ളം ഒന്ന് ഇറങ്ങുമ്പോഴേക്കും അതും വീണ്ടും ഒന്ന് ഫ്രൈ ഒക്കെ ആയി വരുമ്പോഴേക്കും അത് സെറ്റ് ആയിക്കോളും. അതുകൊണ്ടാണ് തക്കാളി വലുതാക്കിയിട്ടേക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം നമുക്കതിൽ കുക്ക് ചെയ്യാൻ പറ്റും. അല്പം വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വേപ്പിലയുടെ ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആവും അല്ലേ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി അലിഞ്ഞ് അതായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.